നമസ്കാരം, ഞാൻ സൂര്യവാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വിട്ടുവീഴ്ചയില്ലെന്ന സർക്കാർ. കൊച്ചിയിൽ സിനിമാ നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം കൊട്ടേഷൻ സംഘത്തിൽ ഒതുങ്ങില്ലെന്ന മന്ത്രി AK ബാലൻ. മാളത്തിലുള്ള എല്ലാ പ്രതികളെയും പുറത്തു കൊണ്ടുവരും. സിനിമാ മേഖലയിൽ ഇപ്പോഴുള്ളത് അംഗീകരിക്കാനാവാത്ത പ്രവണതകൾ. അവിടം ക്രിമിനൽ മുക്തമാക്കുമെന്നും സാംസ്കാരിക മന്ത്രിയുടെ വിശദീകരണം. അതിനിടെ നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മുഖ്യപ്രതി പൾസർ സുനി ഇന്ന് കീഴടങ്ങുമെന്ന് സൂചന. ഇത് സംബന്ധിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ കോടതി പരിസരങ്ങളിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. നീക്കം പ്രതി കീഴടങ്ങും മുമ്പ് പിടികൂടാൻ. കേസിൽ മുഖ്യപ്രതി പൾസർ സുനി ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി മാർച്ച് 3 മാറ്റി. വിഷയത്തിൽ നിലപാട് അറിയിക്കാൻ സംസ്ഥാന സർക്കാരിന് കോടതിയുടെ നിർദ്ദേശം. വെളിപ്പെടുത്തലിൽ അന്വേഷണം. യുവനടിക്കെതിരായ അതിക്രമത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. സംഭവം നടക്കുമ്പോൾ പൾസർ സുനിക്കൊപ്പം താനും ഉണ്ടായിരുന്നതായി പിടിയിലായ തമ്മനം സ്വദേശി മണികണ്ഠൻ. കൃത്യം നടത്തിയ ശേഷം സുനിക്കും വിജീഷിനുമൊപ്പം ആലപ്പുഴയിലേക്ക് പോയി. സുഹൃത്തുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച പണം ലഭിക്കാത്തതിനാൽ കായംകുളത്തെത്തി സുനി മാല പണയപ്പെടുത്തിയെന്നും മൊഴി. കേരളത്തിൽ നിന്നും ടാക്സിയിൽ കോയമ്പത്തൂരിലേക്ക് പോയെന്നും അവിടെ എത്തി മദ്യപിച്ച ശേഷം സുനിയുമായി വാക്കുതർക്കമുണ്ടായെന്നും മണികണ്ഠൻ. കൃത്യം ആസൂത്രണം ചെയ്തത് സുനി ഒറ്റയ്ക്കെന്നും കാറിൽ കയറിയ ശേഷമാണ് നടിയെ ആക്രമിക്കാനാണെന്ന് മനസ്സിലായതെന്നും വെളിപ്പെടുത്തൽ. അതേസമയം സംഭവത്തിൽ കൊട്ടേഷൻ സാധ്യതയെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന നൽകി നടിയുടെ മൊഴി. പ്രതികളിൽ ഒരാളായ തമ്മനം സ്വദേശി മണികണ്ഠനെ പാലക്കാട്ടെ ഒളിത്താവളത്തിൽ നിന്നും പോലീസ് പിടികൂടിയതോടെ മുഖ്യപ്രതിയിലേക്ക് എത്രയും വേഗം എത്താനാകുമെന്ന് പ്രതീക്ഷ. ജയിൽ മാറാൻ നീക്കം. അനധികൃത സ്വത്ത് കേസിൽ ബംഗളൂരു ജയിലിൽ കഴിയുന്ന ശശികല ചെന്നൈ സെൻട്രൽ ജയിലിലേക്ക് മാറാൻ നീക്കം തുടങ്ങിയതായി വിവരം. പരപ്പന അഗ്രഹാര ജയിലിൽ നിന്നും മാറ്റം ആവശ്യപ്പെട്ട് ഉടൻ അപേക്ഷ സമർപ്പിച്ചേക്കും. തീരുമാനം ശശികലയുടെ വിശ്വസ്തനായ എടപ്പാടി പളനിസ്വാമി തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസം തെളിയിച്ച സാഹചര്യത്തിൽ. അതേസമയം DMK അംഗങ്ങളെ പുറത്താക്കിയ ശേഷം നടന്ന വിശ്വാസ വോട്ടെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് MK സ്റ്റാലിൻ നൽകിയ ഹർജിയിൽ മദ്രാസ് ഹൈക്കോടതി നാളെ വാദം കേൾക്കും. സഭയിൽ രഹസ്യ വോട്ടെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് പനീർശെൽവം വിഭാഗവും പ്രതിപക്ഷ അംഗങ്ങളും നടത്തിയ പ്രതിഷേധ സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. വിധി തേടുന്ന 4ാം ഘട്ടം. 4ാം ഘട്ട വിധിയെഴുത്തിനൊരുങ്ങി ഉത്തരദേശം. വികസനത്തിൽ നിന്നും വർഗീയതയിലേക്കും ബീഫ് രാഷ്ട്രീയത്തിലേക്കും വഴിമാറിയ പ്രചരണത്തിലെ അന്തിമ വിധി ആർക്കൊപ്പമെന്നത് സമാജ്വാദിക്കും BJPക്കും നിർണായകം. മറ്റന്നാൾ പോളിംഗ് നടക്കുന്നത് 12 ജില്ലകളിലെ 53 മണ്ഡലങ്ങളിലേക്ക്. പകുതി മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം 4ാം ഘട്ടത്തിൽ BJP നീങ്ങിയത് കടുത്ത വർഗീയ പരാമർശങ്ങളിലേക്ക്. റംസാന് വരുന്ന വൈദ്യുതി ദീപാവലിക്കും ഉണ്ടാകണമെന്ന മോദിയുടെ പരാമർശം വഴിവെച്ചത് കടുത്ത വാദപ്രതിവാദങ്ങൾക്ക്. അതേസമയം ഫത്തേപൂരിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ മോദി നടത്തിയ വിവാദ പരാമർശത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് കോൺഗ്രസ്. പ്രധാനമന്ത്രിയുടെ നടപടി കമ്മീഷൻ നിർദ്ദേശത്തിന്റെ നഗ്നമായ ലംഘനമെന്ന് ആരോപണം. മോദിയും അമിത്ഷായും ജനാധിപത്യത്തിൽ തീവ്രവാദം നടപ്പാക്കുന്നുവെന്നും വിമർശനം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2765 രൂപ, പവൻ 22,120 രൂപ, വെള്ളി ഗ്രാമിന് 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.